ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി എന്നൊക്കെ പറയുന്ന ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നമ്മൾ അളക്കുമ്പോൾ ഈ കപ്പിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം വടിച്ച രീതിയിലാണ് അളക്കേണ്ടത്. എന്നാലേ ഈ അരിയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ അളവ് കറക്റ്റ് ആവുള്ളൂ. കപ്പിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന പോലെ അരി അളന്നെടുക്കരുത്. 2 കപ്പ് അരിയാണ് അളന്നെടുത്തത്. ഞാനിപ്പോൾ എടുത്തത് ബർദുമാൻ റോസിൻ്റെ ജീരകശാല റൈസാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള അരിയാണ് കേട്ടോ. ഇപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം. നമ്മളിങ്ങനെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള അരി എടുത്താലേ ഈ റൈസും നന്നാവുള്ളൂ. ഈ അരി 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അരി കഴുകുമ്പോൾ അതിൻ്റെ വെള്ള നിറം മാറി വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുക്കണം. അരി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വയ്ക്കാം. 20 മിനിറ്റ് സമയമാണ് കുതിർത്ത് വയ്ക്കേണ്ടത്. എന്നിട്ട് കൃത്യം 20 മിനിറ്റ് ആകുമ്പോൾ ഇതൊരു അരിപ്പയിലേക്കിട്ട് വെള്ളം ഊറ്റിയെടുക്കണം. ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമുക്ക് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കനം കുറച്ച് അരിയുന്നത്. ബാക്കി പകുതി സാധാരണ പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർക്കാം. ഇങ്ങനെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ കുറവാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ച ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. എന്നിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വേഗം തന്നെ കളറ് മാറി ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങും. ഇങ്ങനെ കളറ് മാറിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഉള്ളി കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിലേക്കുള്ള സ്പൈസസ് എടുത്തു വയ്ക്കാം. ഞാനിപ്പോൾ 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്കായ. ഇത് നിർബന്ധമായിട്ട് ചേർക്കേണ്ട സ്പൈസസ് ആണ്. ബാക്കിയുള്ളത് ഓപ്ഷണലായിട്ട് എടുത്താൽ മതി. ചെറിയൊരു കഷ്ണം തക്കോലം, ഒരു കുഞ്ഞു പീസ് ജാതിപത്രി, 1 കഷ്ണം ബേ ലീഫ്, പിന്നെ 2-3 നുള്ളു പെരിഞ്ചീരകം. ഇത്രയാണ് സ്പൈസസ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആദ്യം പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ മസാല ചൂടായി തുടങ്ങുമ്പോൾ ജാതിപത്രിയും ബേ ലീഫും പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ കളറൊന്നും മാറിപ്പോരുത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. അരി ചേർക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരി റോസ്റ്റ് ചെയ്യരുത്. അരി പൊട്ടിപ്പോകും. ഒരു 4-5 മിനിറ്റോളം ഈ അരി റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ അടുപ്പിൽ പാത്രം വെക്കണ സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 3 കപ്പ് വെള്ളം എടുത്തതാണ്. വെള്ളം കൂടുതൽ സമയം തിളച്ച് ഇതിൻ്റെ അളവ് കുറഞ്ഞു പോകരുത്. അരി റോസ്റ്റ് ആവുന്ന ആ സമയത്ത് തന്നെ വെള്ളം തിളപ്പിച്ച് ചേർക്കണം. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ വെള്ളം വെച്ചിട്ട് അരിയിലേക്ക് ചേർക്കുമ്പോൾ 3 കപ്പ് അളന്ന് ചേർത്താലും മതി. അരി ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളവും തിളച്ചിട്ടുണ്ട്. വേഗം തന്നെ അരിയിലേക്ക് ഒഴിക്കാം. 3 കപ്പ് കൃത്യം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം. ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. ചോറിന് നല്ലൊരു വൈറ്റ് കളറിനും പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇത് മൂടി വയ്ക്കാം. ആവി ഒട്ടും പുറത്തു പോവാത്ത രീതിയിൽ മൂടണം. ഞാനിതിൻ്റെ മുകളിൽ ഒരു തട്ട് കൂടെ വെച്ചിട്ടുണ്ട് ടൈറ്റ് ആവാനായിട്ട്. തീ നല്ലോണം കുറച്ച് വയ്ക്കണം. ഏറ്റവും കുറവിലാണ് വെക്കേണ്ടത്. ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് തുറന്നിട്ട് ചോറ് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം വേവാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒട്ടും വേവ് തോന്നണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. എടുക്കുന്ന അരി അനുസരിച്ചിട്ട് വേവ് ചെറിയ വ്യത്യാസം വന്നേക്കാം. ചോറ് ഒന്നിച്ചാക്കിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് സെയിം രീതിയിൽ തന്നെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ പാത്രം അനുസരിച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആണ്. അലൂമിനിയം സ്റ്റീലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ വെള്ളം വറ്റും. 2 മിനിറ്റ് ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അടിയിലത്തെ ചോറ് മുകളിലേക്ക് ഇളക്കിയിടണം. ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ചോറ് മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം കുത്തി ഇളക്കി ചെയ്യരുത്. പതുക്കെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ച ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം. എന്നിട്ട് എടുത്താൽ മതി. 10 മിനിറ്റിന് ശേഷം തുറന്നെടുത്തതാണ്.
നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചോറിൻ്റെ വേവ് തന്നെയാണ്. ഇതിൻ്റെ വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റേ മാറും. അപ്പോൾ ഇതുപോലെ നെയ്ച്ചോറൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്